നല്ലൊരു മൂവി തന്നെയാണ് പറയാം. ജയം പൊളിയല്ലേ, പിന്നെ സിനിമ പൊളിയാവാതിരിക്കോ? ഭയങ്കര വലിയ സംഭവം എന്നുള്ളതല്ല, പക്ഷെ എന്താ പറയാ, ലാഗില്ല, കണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റും. ടോവിനോ നല്ല കിണ്ണഭിനയം. മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? മ്യൂസിക് BGM ഒക്കെ ലാസ്റ്റ് ഒക്കെ നല്ല കിണ്ണാണ്. നൈസാണ് പടം. നൈസാണ്. ഈ KGF സലാർ ആ ലെവൽക്ക് അത്രയ്ക്കൊന്നുമില്ല. പക്ഷെ ഇയാള് നല്ല ഗംഭീരമായിട്ട് പടം ചെയ്തിട്ടുണ്ട്. സംഭവം അതൊക്കെ അത് ഫസ്റ്റൊക്കെ നൈസാണ്. ഫസ്റ്റിനൊക്കെ സ്റ്റാർട്ടിങ് നല്ല നൈസാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 3Dന്റെ എഫക്റ്റിലാണ് കിട്ടുന്നത്. ആ BGM-ഉം പിന്നെ അഭിനയങ്ങളും ഓരോ സീൻസ് പറഞ്ഞാൽ വ്യത്യസ്ത, ഭയങ്കര ഒരു നാടോടി കഥയാണ്. ആ ഒരു പണ്ടൊക്കെ നാടോടി കഥ പോലെ തോന്നുക. അതിൽ അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന മേക്കിങ് ആ ലാസ്റ്റൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല അയാൾ എങ്ങനെ കഥ കൊണ്ടുപോയത്. പക്ഷെ ത്രില്ലിംഗ് ആണ്. സൂപ്പറാണ്. ടോവിനോന്റെ അഭിനയം കാര്യങ്ങളൊക്കെ പൊളിയാണ്. അതെ. ഈ KGF സലാർ അതിന് വെല്ലു സിനിമ നമ്മുടെ മലയാളി ഇത് പൊളിയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറും കേരളത്തിലെ മലയാള സിനിമയുടെ. ജയം പൊളിയല്ലേ, പിന്നെ സിനിമ പൊളിയാവാതിരിക്കോ? അതെ. ഞാൻ കണ്ടതാ, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, ആവറേജ് ആണല്ലേ. ആവറേജ് ഒന്നുമല്ല. ബാഹുബലി ലെവലിലൊക്കെ എത്തും പടം. ടോവിനോന്റെ അഭിനയം കാര്യങ്ങളൊക്കെ അതിലൊരു കള്ളന്റെ ക്യാരക്ടർ. ഫൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെ വെച്ചാല് ഫിക്ഷൻ ബേസിസിലുള്ള മൂവി ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിക്ഷൻ ബേസിസിൽ അടിപൊളിയായിട്ട്. പിന്നെ സിനിമാറ്റോഗ്രഫിയും അടിപൊളിയാണ്. പിന്നെ സമീർ മുഹമ്മദ് ഇടുക്കി ചെയ്തിട്ടുണ്ട് എഡിറ്റിങ്. ആ 3D അത്ര അടിപൊളിയായിട്ട് പുള്ളി ചെയ്ത് തന്നുണ്ട്. പിന്നെ 8 വർഷത്തെ കഷ്ടപ്പാടിനുള്ള സംഭവം ഉണ്ടോ? 8 വർഷം ഭയങ്കര വലിയ സംഭവം എന്നുള്ളതല്ല, പക്ഷെ ചെയ്തതാണെങ്കിലും ഭയങ്കര വൃത്തിയുണ്ട്. പക്ഷെ ടോവിനോ പീക്ക് ചെയ്തിട്ടുള്ള മൂവിയാണ്. സെക്കൻഡ് ഹാഫും കിട്ടുകയാണ്. അടിപൊളി. മലയാള സിനിമയിൽ അടുത്ത് ഹിറ്റാവും സംഭവം. ടോവിനോ കൊണ്ടുപോയി. നല്ലൊരു മൂവി തന്നെയാണ് പറയാം. 3 വ്യത്യസ്ത കഥാപാത്രം, ഒരു കണക്ഷനും ഇല്ല. അങ്ങനെ ടോവിനോ അഭിനയിച്ചില്ല. നമുക്ക് മനസ്സിലായി ഫുള്ള് രോമാഞ്ചം. 3 ക്യാരക്ടർ ഉണ്ടെങ്കിലും 3 കിടുക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു കഴിവാണ്. അത് കൊണ്ടുപോയ കഥ കൊണ്ടുപോയ രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് എന്തൊക്കെ ഒരു, പിന്നെ എല്ലാരും റിവ്യൂ പറഞ്ഞപ്പോ വലിയ കഥയാണ്. ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള കഥയല്ല. നമുക്ക് നല്ല ആ ഫ്ലോ എന്തായാലും ഉണ്ട്. ആ ഫ്ലോ കഥയിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകും. ആ ഫ്ലോ ഇങ്ങനെ കൊണ്ടുപോകും.